ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഒരു 8 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കാണിക്കുന്നത്. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത് ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പോയിലുള്ള ഈ ഒരു ഫ്രെയിമാണ്. ലൈറ്റ് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ഇതൊക്കെയാണ്: പേൾ പൗഡറും പിന്നെ നോർമൽ പിഗ്മെൻറ്റും ആൽക്കഹോളിങ്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന റെസിന് വജ്ര എപ്പോക്സിയുടെ റെസിനാണ്. ഞാനിപ്പോൾ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വജ്ര എപ്പോക്സിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റെസിനാണ്. 3:1 റേഷ്യോയിലുള്ള റെസിനാണ് യൂസ് ചെയ്യുന്നത്. 2:1 റേഷ്യോയിലുള്ള റെസിന് യൂസ് ചെയ്യാം. 3:1 റേഷ്യോ എന്ന് പറയുമ്പോൾ അതൊന്നും കൂടെ വാട്ടറി കൺസിസ്റ്റൻസി ആവും. നമ്മൾ ഹാർഡ്നർ എടുക്കുന്നതിൻ്റെ ട്രിപ്പിൾ പോർഷന് റെസിൻ എടുക്കണം. പിന്നെ ഇത് ഡ്രൈ ആവാനും കുറച്ചധികം ടൈം എടുക്കും. 2:1 അത്യാവശ്യം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് മീൻസ് ഒരു 7 to 10 ഹവേഴ്സിൻ്റെ ഉള്ളിൽ ഡ്രൈ ആവും. പക്ഷേ ഇത് അത്യാവശ്യം 1 ഡേ ഫുള്ള് നമ്മൾ വെക്കണം ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ. ഈ റെസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് നല്ല രീതിയിൽ സ്ലോലി മിക്സ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു 3:1 അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എഫേർട്ടൊന്നും ഇല്ലാതെ ഭയങ്കര സിമ്പിളായിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ചില സമയത്ത്, അതായത് നമ്മൾ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കിൽ, ഈ ഒരു വർക്കിൽ തന്നെ 2 സൈഡിലും 2 കളേഴ്സാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്ത ഉടനെ പിഗ്മെൻറ്റൊക്കെ മിക്സ് ചെയ്ത് നേരിട്ട് ഫ്രെയിമിലേക്ക് ഒഴിക്കുമ്പോൾ അത് ബ്ലെൻഡായി നമുക്ക് ആ ഒരു കളർ തീം കിട്ടില്ല. അതായത് രണ്ടും കൂടെ ബ്ലെൻഡായിട്ടുള്ള കളേഴ്സൊക്കെ ആവും നമുക്ക് കിട്ടുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് പിഗ്മെൻറ്റിന് വൈറ്റ് പേൾ പൗഡറും പിന്നെ വൈറ്റ് റെസിൻ പിഗ്മെൻറ്റും പിന്നെ റെഡിന് ആൽക്കഹോളിങ്കും പിന്നെ റെസിൻ പിഗ്മെൻറ്റുമാണ്. ഏത് പിഗ്മെൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ പിഗ്മെൻറ്റ് ഓവറായി പോകരുത്. ആൽക്കഹോളിംഗാണ് ഏറ്റവും നല്ലത് പിഗ്മെൻറ്റിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആൽക്കഹോളിങ് കയ്യിലാവാതെ നോക്കണം. കാരണം കയ്യിലായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് റിമൂവ് ആക്കുക എന്നുള്ളത്. ഒരു കൈൻഡ് ഓഫ് ഇങ്കാണത്. ഇനി പിഗ്മെൻറ്റ് ഇട്ടതിന് ശേഷം അധികം നേരമൊന്നും മിക്സ് ചെയ്ത് കളിക്കരുത്. നമ്മൾ ബബിൾ ബസ്റ്റർ സ്പ്രേ ചെയ്തിട്ട് നേരിട്ട് ഒഴിക്കുകയാണ്. ഞാനിത് കുറച്ചൊന്ന് ഹാർഡാവാൻ വെച്ചിട്ടുണ്ട്. കാരണം അത് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ അതിൽ സെൻറ്ററിൽ ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവും. അപ്പോൾ കറക്റ്റ് പോർഷനിൽ എനിക്ക് വൈറ്റും ഈ ഒരു റെഡും കിട്ടില്ല. പിന്നെ നമ്മൾ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് വിസിബിൾ ആവണമെന്നില്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച കളറാവില്ല നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ബേസ് നല്ല രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമ്മൾ വീണ്ടും ഈ ഒരു ബേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് റെസിനും നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ ഇതുപോലെ ഭയങ്കര സ്ലോ ആയിട്ട് റെസിന് കുറച്ച് തിക്കായി എന്ന് കണ്ടിട്ട് മാത്രം ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈക്വൽ പാർട്സായിട്ട് നമുക്ക് കിട്ടില്ല. കൂടുതലും ഏതെങ്കിലും ഒരു പിഗ്മെൻറ്റ് മെജോറിറ്റി സൈഡിലും ബ്ലെൻഡായി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ റെസിൻ സെറ്റ് ചെയ്തതിന് ശേഷം ബബിൾ ബസ്റ്റർ സ്പ്രേ ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെക്കുക. പിന്നെ ഇങ്ങനെ ഈ ഒരു സെൻറ്റർ പോർഷൻ ബ്ലെൻഡ് ആയാൽ ഒരു സ്മോൾ ലെയർ റെസിനും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് കവറപ്പ് ചെയ്തെടുത്താലും മതി. നല്ല രീതിയിൽ പിഗ്മെൻറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ റെസിനും കൂടെ കവർ ചെയ്തെടുത്താലും മതി. ഇനി ഞാൻ ഇതുപോലെ ഫ്ലവർ മോൾഡിലേക്കും ബാക്കി വന്ന റെസിൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫ്രെയിമിൽ ഫ്ലവേഴ്സും വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫെയറി ലൈറ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഫെയറി ലൈറ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കലുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു സർക്കിളിൻ്റെ ആ ഒരു അളവെടുത്തിട്ട് കറക്റ്റ് ആ ഒരു എത്ര പോർഷനാണോ നമുക്ക് എങ്ങനെയാണോ നമ്മൾ വെക്കുന്നത് എന്നുള്ള ആ ഒരു കറക്റ്റ് ആ ഒരു ലെങ്ത്തും കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുക. ഇനി ഈ ലൈറ്റ് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ലൈറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു ഗ്ലിറ്റേഴ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഫെവിഗോൾ വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ലൈറ്റ് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് കറക്റ്റ് പോർഷനിൽ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സാണിത്. പോളൻ ഫ്ലവേഴ്സ് എന്ന് പറയും. ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഫ്ലവേഴ്സ് ഇതുപോലെ ഹീറ്റ് ഗൺ യൂസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ബെൻഡായി കിട്ടും. അതെങ്ങനെ കുറച്ച് നേരം ബെൻഡായി പിടിച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഫ്ലവറിൻ്റെ. എന്നിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷേ ഒന്നും കൂടെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭംഗി തോന്നിയത് ഈ ഒരു ഫ്ലവേഴ്സാണ്. പിന്നെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും ചെറിയ ഫ്ലവേഴ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
പിന്നെ എല്ലാ ഫ്ലവേഴ്സും, അതായത് സൈഡിൽ വെച്ചിട്ടുള്ള ആ ഒരു പൊള്ളൻ ഫ്ലവേഴ്സൊക്കെ ഫ്ലക്സ് കിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് സ്റ്റിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെസിൻ ഒഴിക്കുമ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെസിൻ ഒഴിക്കേണ്ടത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഗ്ലോസി ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. തിക്കായിട്ടുള്ള ഗ്ലോസി ഷീറ്റിലാണ് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്ലോസി ഷീറ്റ് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ റെസിൻ ഒഴിക്കുമ്പോൾ ആ ഒരു ഫോട്ടോക്ക് ഒന്നും പറ്റില്ല. ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഏത് ഫോട്ടോ ആണ്, ഫോട്ടോൻ്റെ മെറ്റീരിയൽ ഏതാണെന്നുള്ളത്. പിന്നെ ബാക്കി വന്ന സ്റ്റിക്കേഴ്സൊക്കെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. A3യിലും A4യിലും അതേപോലെ A5യിലൊക്കെ നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പ്രിൻറ്റ് ചെയ്തെടുക്കാം. സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ക്വാളിറ്റിയുള്ള പ്രിൻറ്റ് സ്റ്റുഡിയോയിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഈ ഫോട്ടോ പ്രിൻറ്റും സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഈ ലേസർ പ്രിൻ്റ് ഒന്നും ഇതിൽ റെസിനിൽ യൂസ് ചെയ്യാതിരിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രിൻറ്റ് യൂസ് ചെയ്യുക. ഗ്ലോസി ഷീറ്റിലുള്ള പ്രിൻറ്റ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്യാം. ഇനി ഞാനിത് കോട്ട് ചെയ്യുന്നത് 3:1 റേഷ്യോയിലുള്ള റെസിന് വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ ഈ കോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് 3:1 റേഷ്യോയിലുള്ള റെസിനാണ്. പക്ഷേ ബേസിന് 2:1 തന്നെയാണ് ഒന്നുകൂടെ നല്ലത്. പിന്നെ അതായത് കോട്ട് ചെയ്യുമ്പോൾ ബബിൾസൊക്കെ ഏറ്റവും കുറവ് 3:1 ഉണ്ടാവുക. കാരണം അത് കൂടുതൽ പെട്ടെന്ന് തിക്കാവാത്തത് കൊണ്ട് തന്നെ ബബിൾസ് അങ്ങനെ ഫോം ചെയ്യില്ല. ഫോം ചെയ്താലും അത് സെൽഫായിട്ട് റിലീസ് ചെയ്ത് പോയിക്കൊണ്ട് നിൽക്കും. ഇത് ഞാൻ 24 hours ഡ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ളതാണ്. ഇതുപോലെ ഈ റെസിന് മോൾഡിൽ സ്റ്റിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോൾഡ് കുറേ തവണ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരൽ. ഹീറ്റ് ഗണ്ണ് യൂസ് ചെയ്താൽ നമുക്കത് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ റെസിൻ വർക്ക് യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുക. അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഗ്ലൗസും മാസ്കും യൂസ് ചെയ്യുക. റെസ്പിറേറ്ററി മാസ്ക് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. എൻ്റെ കൈ ഭയങ്കര സ്വെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് അധികം യൂസ് ചെയ്യാത്തത്. പിന്നെ റെസിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രേയും നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എവിടെയെങ്കിലും റെസിൻ ആവുകയാണെന്നുണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് നമ്മളത് റിമൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ ഡ്രൈ ആയി പോകും. സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ ഇറിറ്റേഷനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്നാകെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. റെസിന് നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം മാത്രം ഈ ഒരു ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ റെസിനിൽ ഓരോരോ ടെക്സ്ചറും കാര്യങ്ങളും വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി അത് ഗിഫ്റ്റ് റാപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ പാക്ക് ചെയ്തിട്ട് തെർമഗോൾ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ അവർ പോളറോയിഡ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ക്രിസ്മസിന് ഓഫർ ഇട്ടിരുന്നു, ഒരു സീക്രട്ട് സാന്ത എന്ന് പറഞ്ഞിട്ട് ഒരു കീ ചെയിനും ഞാൻ അതിൻ്റെ കൂടെ ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കൊറിയർ കവറിൽ അഡ്രസ്സും ഒക്കെ എഴുതിയിട്ട് ഞാനിത് പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയിട്ടാണ് കൊറിയർ ചെയ്യാറ്. ഏറ്റവും നല്ല കൊറിയർ ഓപ്ഷൻ പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ ഇതാണ് ഒരു ഫ്രെയിമിൻ്റെ ഫുൾ പ്രോസസ്സ്. ഇനി ഞാൻ കുറച്ച് മുന്നേ ഇൻസ്റ്റയിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: റെസിൻ്റെ ക്ലോക്ക് വർക്ക് ചെയ്യാൻ എങ്ങനെ കോസ്റ്റ്, അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളത്. ഒരുപാട് റെസിൻ മെറ്റീരിയൽസ് സെല് ചെയ്യുന്ന പേജസ് ഉണ്ട്. അതിൽ ക്ലോക്കിൻ്റെ മെറ്റീരിയൽസ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നത് തുളസി റെസിൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. അവർ ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും സെല് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ കസ്റ്റമർ സപ്പോർട്ടും അടിപൊളിയാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം. അവർ ക്ലോക്കിൻ്റെ മെറ്റീരിയൽസ് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ സെറ്റായിട്ടും ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. പിന്നെ റെസിൻ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഇടുമ്പോൾ ആ ഒരു മെറ്റീരിയൽ കോസ്റ്റും പിന്നെ നമ്മൾ എത്രത്തോളം ആ ഒരു വർക്കിൽ പെർഫെക്റ്റ് ആണ്, നമ്മൾ ഫസ്റ്റ് വർക്കാണെങ്കിൽ അതിനനുസരിച്ച് എമൗണ്ട് കുറച്ചിട്ടിടാം. പിന്നെ അത് ചെയ്ത് നമുക്ക് അത്യാവശ്യം പെർഫെക്ഷനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൊഡക്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ തീരെ പ്രൈസ് ചെയ്യാനൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് ബബിൾസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി റെസിന് യൂസ് ചെയ്താൽ തന്നെ ബബിൾസിന് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. അധികം എല്ലാവരും നോർമൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ചെറിയ എമൗണ്ടിലുള്ള റെസിന് യൂസ് ചെയ്തതുകൊണ്ടാണ് എയർ ബബിൾസിൻ്റെ ഇഷ്യൂ ഓവറായിട്ട് വരുന്നത്. ഞാൻ ഒരുപാട് റെസിന് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു വജ്ര എപ്പോക്സിയാണ്. പിന്നെ ഹീറ്റ് ഗണ്ണും ബബിൾ ബസ്റ്ററും രണ്ടും സെയിം പർപ്പസ് തന്നെയാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ നല്ലത് തോന്നിയിട്ടുള്ളത് ബബിൾ ബസ്റ്ററാണ്. യൂസ് ചെയ്യാനും ഒന്നും കൂടെ കൺവീനിയൻ്റ് ആണ്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്: ഫൈനൽ ലെയറിൽ നിന്ന് എങ്ങനെയാണ് ബബിൾസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഫൈനൽ ലെയറിൽ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ബബിൾ ബസ്റ്റർ സ്പ്രേ ചെയ്ത് പോയാലും എയർ ബബിൾസ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പോർഷന് നല്ല രീതിയിൽ സാൻഡ് ചെയ്തിട്ട് ഒരു കോട്ട് റെസിനും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനാണ് ഡോമിംഗ് എന്ന് പറയുക. അതായത് നമ്മൾ മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുത്തൊരു പ്രൊഡക്റ്റിനെ
ഒന്നും കൂടെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഡോമിങ്. ഒരു കോട്ട് റെസിനും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുത്താൽ മതി. സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സാൻഡ് മെഷീൻ യൂസ് ചെയ്തിട്ടോ ആ ഒരു സർഫസിന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള ബ്ലോക്കൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെയേഴ്സ് ആക്കിയിട്ട് റെസിന് ഒഴിച്ചെടുക്കുക. ഒരു തവണ ആയിട്ട് റെസിന് കംപ്ലീറ്റ് ഒഴിക്കുന്നതിന് പകരം കുറച്ച് റെസിൻ ഒഴിക്കുക, ഒരു ലെയറിൽ ഒഴിക്കുക, പിന്നെ അടുത്ത ലെയർ, അങ്ങനെ ലെയർ ആയിട്ട് ചെയ്താലും എയർ ബബിൾസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ ചെയ്ത ഫ്രെയിമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റെഡ് ആൻഡ് വൈറ്റ് ആ ഒരു ഫ്ലവേഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. അത് ഫ്ലെക്സ് കിക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റെസിനിൽ നമ്മൾ എന്ത് സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. പിന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അതായത് 1:1 റേഷ്യോൻ്റെ റെസിന് ബാലൻസ് വന്നപ്പോൾ അത് 2:1 റേഷ്യോയിലുള്ള പുതിയൊരു റെസിന് വാങ്ങി അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും ആഡ് ചെയ്യരുത്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ബ്രാൻഡിൻ്റെ റെസിന് മാത്രം അതിൻ്റെ ബാലൻസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ റേഷ്യോയിലുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബ്രാൻഡിലുള്ള റെസിനോ തമ്മിലൊരിക്കലും മിക്സ് ചെയ്യരുത്. കാരണം ഈ റെസിനൊരു ഭയങ്കര ഹാർഡ് കെമിക്കലാണ്. ആ ഒരു റിയാക്ഷനും കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ ഓരോ ബോട്ടിലിനെയും ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെ യൂസ് ചെയ്യുക. അല്ലാതെ യൂസ് ചെയ്താൽ റെസിന് വർക്കാവില്ല, പ്രോപ്പറായിട്ട് ഡ്രൈ ഒന്നും ആവില്ല. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബെസ്റ്റ് റെസിൻ ഏതാ, എങ്ങനെയാണ് യെല്ലോ കളർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ബെസ്റ്റ് റെസിൻ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് വജ്ര എപ്പോക്സി തന്നെയാണ്. അത് നമ്മളെ കേരളയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണ് വജ്ര എപ്പോക്സി. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കുറച്ച് ആ ഒരു കൊടുക്കുന്ന ക്വാളിറ്റിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഒരു റെസിൻ തന്നെയാണ് വജ്ര എപ്പോക്സിയിലുള്ളത്. ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളുള്ള വേറെ പേജത്തെ റെസിനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് വജ്ര എപ്പോക്സി ഭയങ്കര ബബിൾസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇങ്ങനെയാണ് നേരത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇങ്ങനെയാണ് യെല്ലോ കളർ റെസിൻ റിമൂവ് ആക്കുക എന്നുള്ളത്. അതും ഈ ക്വാളിറ്റിയും തമ്മിൽ നല്ല രീതിയിൽ റിലേറ്റഡ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള റെസിൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു റെസിൻ പ്രൊഡക്റ്റ് പിന്നെ യെല്ലോ കളർ ആവില്ല. അപ്പോൾ ഈ വജ്ര എപ്പോക്സി യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ കറക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള റെസിൻ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ കമൻസിലൊക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഏത് ഫോട്ടോ പ്രിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഫോട്ടോ പ്രിൻ്റ് യൂസ് ചെയ്യുമ്പോൾ അത് റെസിനിൽ സോക്കായി പോകുന്നുണ്ട്, അതെങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലോസി ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫോട്ടോസാണ്. ഗ്ലോസി ഷീറ്റ് വാട്ടർ പ്രൂഫാണ്, കുറച്ച് കട്ടിയുള്ള ഗ്ലോസി ഷീറ്റാണ്. 2 ടൈപ്പ് ഗ്ലോസി ഷീറ്റ് വരുന്നുണ്ട്, കുറച്ച് അത്ര തിക്നെസ് ഇല്ലാത്തതും കുറച്ച് തിക്നെസ് ഉള്ളതും. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്നാണ് ഞാനത് പ്രിൻ്റ് എടുക്കുന്നത്. ഒരുവിധം എല്ലാ സ്റ്റുഡിയോസിലും ഗ്ലോസി ഷീറ്റ് അവൈലബിൾ ആവും. നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുക്കുന്ന ആ ഒരു സെയിം മെറ്റീരിയലാണുള്ളത്. ഒരിക്കലും ലേസർ പ്രിൻ്റോ വേറെ പ്രിൻ്റോ ഒന്നും റെസിനിൽ യൂസ് ചെയ്യരുത്, അതെങ്ങനായാലും സോക്കായി പോകും. പിന്നെ നിങ്ങൾക്ക് ഗ്ലോസി പ്രിൻ്റ് ഒരു രീതിയിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഫോട്ടോ ലാമിനേറ്റ് ചെയ്യുക. ലാമിനേറ്റ് ചെയ്യുന്നത് ഒന്നും കൂടെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് മാക്സിമം ഫോട്ടോ പ്രിൻ്റ് കിട്ടുമെന്നുള്ളത് നോക്കുക, എന്നിട്ട് പ്രിൻ്റ് ചെയ്തെടുത്താൽ മതി. ഇനി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള വേറെ ഏത് പ്രിൻ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ചെറിയ എമൗണ്ടിൽ കീ ചെയിനൊക്കെ ചെയ്തിട്ട് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക വർക്കാവുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് വലിയ പ്രൊഡക്റ്റൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഒരുവിധ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ DM ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാലും മതി. താങ്ക് യു ഫോർ വാച്ചിങ്.